റിപ്പോർട്ട്സ് മൊഡ്യൂളിൽ പർച്ചേസ് ഹെഡിന് ശേഷം നെക്സ്റ്റ് ഹെഡ് വരുന്നതാണ് സെയിൽസ്. ഈ ഒരു സെയിൽസ് ഹെഡിൽ സെയിൽസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന എല്ലാ റിപ്പോർട്ട്സും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു. ഫസ്റ്റ് വൺ വരുന്നതാണ് ക്രെഡിറ്റ് നോട്ട്സ്. ക്രെഡിറ്റ് നോട്ട്സ് റിപ്പോർട്ടിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് വരുന്നതെന്നുള്ളത് നോക്കാം. ക്രെഡിറ്റ് നോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ക്രെഡിറ്റ് നോട്ട്സിൻ്റെ റിപ്പോർട്ട് ഡാറ്റ ഓപ്പൺ ആവുന്നു. ഈ ഒരു റിപ്പോർട്ടിൽ നമ്മളുടെ ഓർഗനൈസേഷനിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്ന എല്ലാ സെയിൽസ് ഇൻവോയ്സിൻ്റെയും എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ക്രെഡിറ്റ് നോട്ട്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡാറ്റ ടേബിളിൽ നമുക്ക് കാണാം കസ്റ്റമർ നെയിം, കസ്റ്റമറുടെ GST നമ്പർ, ഓരോ ക്രെഡിറ്റ് നോട്ടിൻ്റെയും റെഫറൻസ് നമ്പർ, ക്രെഡിറ്റ് നോട്ട് ക്രിയേറ്റ് ചെയ്ത ഡേറ്റ്, ഇൻവോയ്സ് നമ്പർ കൊടുത്തിരിക്കുന്നത് ഏത് സെയിൽസ് ഇൻവോയ്സിന് എഗെയിൻസ്റ്റ് ആയിട്ടാണോ ക്രെഡിറ്റ് നോട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ആ ഇൻവോയ്സ് നമ്പറാണ്. നെക്സ്റ്റ് വരുന്നത് ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്ത ഡേറ്റ്, ഓരോ ക്രെഡിറ്റ് നോട്ട് ക്രിയേറ്റ് ചെയ്ത ഇൻവോയ്സിൻ്റെയും നെറ്റ് എമൗണ്ട് ആൻഡ് യൂസ്ഡ് ക്രെഡിറ്റ്സ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്രെഡിറ്റ് നോട്ടിന് ശേഷം റീഫണ്ട് ചെയ്യേണ്ട എമൗണ്ട് അത് മറ്റൊരു ഇൻവോയ്സിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ആണ് യൂസ്ഡ് ക്രെഡിറ്റ്സ് എന്ന കോളത്തിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് ബാലൻസ് ക്രെഡിറ്റ് ആണ്. അതായത് യൂസ്ഡ് ക്രെഡിറ്റിന് ശേഷം ബാലൻസ് കസ്റ്റമറിന് പേയ്മെൻറ്റ് അതായത് റീഫണ്ട് ചെയ്യാനുള്ള എമൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ആണ്. എല്ലാ കോളമിൻ്റെയും സബ് ടോട്ടൽ എമൗണ്ട് നമുക്ക് കാണാൻ സാധിക്കും. നെക്സ്റ്റ് ഈ ഒരു ക്രെഡിറ്റ് നോട്ട് റിപ്പോർട്ട് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കിവിടെ അവൈലബിൾ ആണ്. കസ്റ്റമൈസ് റിപ്പോർട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഡേറ്റ് ബിറ്റ്വീൻ എന്ന ഓപ്ഷനിലൂടെ നമുക്ക് ഡാറ്റ ആക്സസ് ചെയ്യാം. സ്റ്റാർട്ടിംഗ് ഡേറ്റ് ആൻഡ് എൻഡ് ഡേറ്റ് സെലക്ട് ചെയ്തുകൊണ്ട് റൺ റിപ്പോർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡേറ്റിനിടയിലുള്ള ക്രെഡിറ്റ് നോട്ട് ഡീറ്റെയിൽസ് എല്ലാം ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഒരു പർട്ടിക്കുലർ കസ്റ്റമറുടെ ഡീറ്റെയിൽസ് മാത്രം ആക്സസ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഓപ്ഷനിൽ നിന്ന് നമുക്ക് കസ്റ്റമർ സെലക്ട് ചെയ്തുകൊണ്ട് റൺ റിപ്പോർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ കസ്റ്റമറുടെ ക്രെഡിറ്റ് നോട്ട് മാത്രം ആക്സസ് ചെയ്യാൻ സാധിക്കുന്നു. നെക്സ്റ്റ് വരുന്നത് പ്രിൻ്റ് ഓപ്ഷനാണ്. ഈ ഒരു പ്രിൻ്റ് ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ക്രെഡിറ്റ് നോട്ട്സ് റിപ്പോർട്ട് പ്രിൻ്റ് ചെയ്യാനും എക്സ്പോർട്ട് ചെയ്യാനും എല്ലാം സാധിക്കുന്നു. പ്രിൻ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്രെഡിറ്റ് നോട്ട്സ് റിപ്പോർട്ട് വ്യൂ ആണ് ഓപ്പൺ ആവുന്നത്. ഈ ഒരു റിപ്പോർട്ട് വ്യൂവിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത ക്രെഡിറ്റ് നോട്ട്സിൻ്റെ ഡാറ്റ എല്ലാം കംപ്ലീറ്റ്ലി നമുക്ക് വ്യൂ ചെയ്യാൻ സാധിക്കും. അതുപോലെ ഈ ഒരു പേജിൻ്റെ സൂം ഇൻ ആൻഡ് പേജ് സെറ്റപ്പിനെല്ലാം മെനൂസ് ഇവിടെ അവൈലബിൾ ആണ്. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു റിപ്പോർട്ട് പ്രിൻ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ റൈറ്റ് സൈഡിൽ അവൈലബിൾ ആണ്. പ്രിൻ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ എക്സൽ ഫോർമാറ്റിലേക്ക് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. റൈറ്റ് സൈഡിലുള്ള എക്സിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പ്രീവിയസ് പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് ക്രെഡിറ്റ് നോട്ട്സ് റിപ്പോർട്ടിലുള്ളത്. നമ്മളുടെ ഓർഗനൈസേഷനിൽ ഇതുവരെ റെക്കോർഡ് ചെയ്ത എല്ലാ ക്രെഡിറ്റ് നോട്ട്സിൻ്റെ ഡീറ്റെയിൽസും നമുക്ക് ഈ ഒരു റിപ്പോർട്ടിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. നെക്സ്റ്റ് ക്രെഡിറ്റ് നോട്ട്സിന് ശേഷം നെക്സ്റ്റ് സെക്കൻഡ് റിപ്പോർട്ട് വരുന്നത് കസ്റ്റമർ പേയ്മെൻറ്റ് റീഫണ്ട് ആണ്. കസ്റ്റമർ പേയ്മെൻറ്റ് റീഫണ്ട് റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഓർഗനൈസേഷനിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്ന ക്രെഡിറ്റ് നോട്ട്സിൻ്റെ റീഫണ്ട് ഡീറ്റെയിൽസ് ആണ്. അതായത് ഒരു ഓർഗനൈസേഷനിൽ ക്രെഡിറ്റ് നോട്ട് റെക്കോർഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ റീഫണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ റീഫണ്ടിൻ്റെ സ്റ്റാറ്റസ് ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമുക്ക് ഈ ഒരു റിപ്പോർട്ടിൽ നിന്ന് ലഭിക്കുന്നു. നമുക്ക് ഈ ഒരു റിപ്പോർട്ട് ടേബിളിൽ കാണാം കസ്റ്റമർ നെയിം ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കോൺടാക്ട് നെയിം ആണ്. നെക്സ്റ്റ് വരുന്നത് പേയ്മെൻറ്റ് ഡേറ്റ് ആണ്. നെക്സ്റ്റ് പേയ്മെൻറ്റ് നമ്പർ, ക്രെഡിറ്റ് നോട്ട് നമ്പർ, അതുപോലെ ഇൻവോയ്സ് നമ്പർ, ഏത് സെയിൽസ് ഇൻവോയ്സിന് എഗെയിൻസ്റ്റ് ആയിട്ടാണോ ക്രെഡിറ്റ് നോട്ട് ക്രിയേറ്റ് ചെയ്തത് ആ ഇൻവോയ്സ് നമ്പറാണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് പേയ്മെൻറ്റ് ചെയ്ത മോഡാണ്. നെക്സ്റ്റ് ഓരോ റീഫണ്ട് ഫോമിൻ്റെയും നറേഷനാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് കോളം ക്രെഡിറ്റ് നോട്ടിൻ്റെ എമൗണ്ട് ആണ്. സബ് ടോട്ടൽ എമൗണ്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതുപോലെ ഓരോ ക്രെഡിറ്റ് നോട്ടിനും നമ്മൾ റെക്കോർഡ് ചെയ്ത റീഫണ്ടിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. ഈ ഒരു കസ്റ്റമർ പേയ്മെൻറ്റ് റീഫണ്ട് റിപ്പോർട്ട് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നു. കസ്റ്റമൈസ് റിപ്പോർട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റ് ബിറ്റ്വീൻ എന്നൊരു ഓപ്ഷൻ അതുപോലെ കസ്റ്റമർ എന്നുള്ളൊരു ഓപ്ഷൻ അവൈലബിൾ ആണ്. ഡേറ്റ് ബിറ്റ്വീൻ ഓപ്ഷനിൽ സ്റ്റാർട്ടിംഗ് ഡേറ്റ് ആൻഡ് എൻഡ് ഡേറ്റ് സെലക്ട് ചെയ്തുകൊണ്ട് റൺ റിപ്പോർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഡേറ്റിനിടയിലുള്ള ഡാറ്റ മാത്രം ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ നമുക്കൊരു പർട്ടിക്കുലർ കസ്റ്റമറിനെ സെലക്ട് ചെയ്തുകൊണ്ട് ആ കസ്റ്റമറുടെ അണ്ടറിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ ക്രെഡിറ്റ് നോട്ട്സിൻ്റെയും അതുപോലെ റീഫണ്ട്സിൻ്റെയും ഡീറ്റെയിൽസ് അറിയാനും സാധിക്കുന്നു. നെക്സ്റ്റ് വരുന്നത് പ്രിൻ്റ് ഓപ്ഷനാണ്. റൈറ്റ് സൈഡിലുള്ള ഈ ഒരു പ്രിൻ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമർ പേയ്മെൻറ്റ് റിപ്പോർട്ടിൻ്റെ വ്യൂ ആണ് ഓപ്പൺ ആവുന്നത്. ഈ ഒരു റിപ്പോർട്ട് വ്യൂവിൽ നമുക്ക് കസ്റ്റമർ പേയ്മെൻറ്റ് റീഫണ്ടിൻ്റെ ഡാറ്റ കംപ്ലീറ്റ്ലി വ്യൂ ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ നമുക്ക് ഈ ഒരു പേജ് സൂം ഇൻ ചെയ്യാനും പേജ് സെറ്റപ്പിനെല്ലാം ഓപ്ഷൻസ് അവൈലബിൾ ആണ്.
റൈറ്റ് സൈഡിലുള്ള പ്രിന്റ് ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു റിപ്പോർട്ടിനെ പ്രിന്റ് എടുക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ എക്സ്പോർട്ട് ഓപ്ഷൻ നമുക്ക് എക്സൽ ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനും സാധിക്കുന്നു. നെക്സ്റ്റ് വരുന്നത് എക്സിറ്റ് ഓപ്ഷൻ ആണ്. എക്സിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പ്രീവിയസ് പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് കസ്റ്റമർ പേയ്മെന്റ് റീഫണ്ട് റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സെയിൽസ് ഹെഡിന്റെ അണ്ടറിൽ കസ്റ്റമർ പേയ്മെന്റ് റീഫണ്ട് റിപ്പോർട്ടിന് ശേഷം വരുന്ന നെക്സ്റ്റ് റിപ്പോർട്ടാണ് എസ്റ്റിമേറ്റ്. എസ്റ്റിമേറ്റ് റിപ്പോർട്ടിൽ ഏതൊക്കെ ഡീറ്റെയിൽസ് ആണ് വരുന്നതെന്നുള്ളത് നോക്കാം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എസ്റ്റിമേറ്റ് റിപ്പോർട്ട് ഓപ്പൺ ആവുന്നു. ഈ ഒരു റിപ്പോർട്ടിൽ ഓർഗനൈസേഷനിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്ന എല്ലാ സെയിൽസ് എസ്റ്റിമേറ്റിൻ്റെയും ഡീറ്റെയിൽസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് റിപ്പോർട്ട് ടേബിളിൽ കാണാം പാർട്ടി നെയിം, എസ്റ്റിമേറ്റ് നമ്പർ, എസ്റ്റിമേറ്റ് ഡേറ്റ്, അതിൻ്റെ എക്സ്പയറി ഡേറ്റ്, കറണ്ട് സ്റ്റാറ്റസ് ആൻഡ് ഓരോ എസ്റ്റിമേറ്റിൻ്റെയും ടോട്ടൽ എമൗണ്ട് ആൻഡ് സബ് ടോട്ടൽ എമൗണ്ട്. ഇത്രയും ഡീറ്റെയിൽസ് ഇവിടെ അവൈലബിൾ ആണ്. ഈ ഒരു സെയിൽസ് എസ്റ്റിമേറ്റ് റിപ്പോർട്ടിൽ നിന്നും നമ്മളുടെ എസ്റ്റിമേറ്റ് ഡേറ്റ് ആൻഡ് ഓരോ സെയിൽസ് എസ്റ്റിമേറ്റിൻ്റെയും എക്സ്പയറി ഡീറ്റെയിൽസ് അത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും ആൻഡ് ഫർദർ നമുക്ക് ഇൻഫർമേഷൻ അറിയാനായിട്ട് ഇവിടെ ഡ്രിൽ ഡൗൺ ഓപ്ഷനും അവൈലബിൾ ആയിട്ടുണ്ട്. ഈ ഒരു എസ്റ്റിമേറ്റ് നമ്പറിൻ്റെ ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എസ്റ്റിമേറ്റ് വ്യൂ ആയിരിക്കും ഓപ്പൺ ആവുന്നത്. ഈ ഒരു സെയിൽസ് എസ്റ്റിമേറ്റ് വ്യൂവിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെനൂസ് എല്ലാം യൂസ് ചെയ്യാനും മറ്റു പേജിലേക്ക് മോർ ഓപ്ഷൻസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഫീച്ചേഴ്സ് എല്ലാം യൂസ് ചെയ്യാനും സാധിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ഓരോ സെയിൽസ് എസ്റ്റിമേറ്റിൻ്റെയും കംപ്ലീറ്റ് ഡാറ്റ നമുക്ക് വ്യൂ ചെയ്യാനുമുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഈ ഒരു ഫോമിൽ നമ്മളുടെ റെക്കോർഡ് ചെയ്ത എല്ലാ സെയിൽസ് എസ്റ്റിമേറ്റിൻ്റെയും ഐറ്റം ഡീറ്റെയിൽസും മറ്റും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എക്സിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പ്രീവിയസ് പേജിലേക്കാണ് റീഡയറക്റ്റ് ചെയ്യുന്നത്. ഇതുപോലെ ഓരോ എസ്റ്റിമേറ്റ് ഫോമിൻ്റെയും വ്യൂ ഓപ്ഷൻ ആക്സസ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ഫീൽഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നു. നെക്സ്റ്റ് ഈ ഒരു എസ്റ്റിമേറ്റ് റിപ്പോർട്ട് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. കസ്റ്റമൈസ് റിപ്പോർട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഡേറ്റ് ബിറ്റ്വീൻ എന്ന ഓപ്ഷനിലൂടെയും അതുപോലെ കസ്റ്റമർ ഓപ്ഷനിലൂടെയും നമുക്ക് ഡാറ്റ ആക്സസ് ചെയ്യാൻ സാധിക്കും. നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന ഡാറ്റയുടെ ബേസിസിലായിരിക്കും റിപ്പോർട്ട് ആക്സസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് പ്രിന്റ് ഓപ്ഷനാണ്. പ്രിന്റ് ഓപ്ഷൻ യൂസ് ചെയ്യുന്നത് നമുക്ക് ഈ ഒരു റിപ്പോർട്ട് പ്രിന്റ് ചെയ്യാനും അതുപോലെ എക്സ്പോർട്ട് ചെയ്യാനുള്ള പർപ്പസിനെല്ലാമായിട്ടാണ്. പ്രിന്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എസ്റ്റിമേറ്റ് റിപ്പോർട്ടിൻ്റെ വ്യൂ ആണ് ഓപ്പൺ ആവുന്നത്. ഈ ഒരു വ്യൂ ഓപ്ഷനിൽ നമുക്ക് റിപ്പോർട്ടിൻ്റെ കംപ്ലീറ്റ് ഡാറ്റയായി വ്യൂ ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ ഈ ഒരു എസ്റ്റിമേറ്റിൻ്റെ ഫോം നമുക്ക് സൂം ഇൻ ചെയ്യാനും പേജ് സെറ്റപ്പിനെല്ലാം ആവശ്യമായിട്ടുള്ള ഫീച്ചേഴ്സ് ലെഫ്റ്റ് സൈഡിൽ അവൈലബിൾ ആണ്. റൈറ്റ് സൈഡിലുള്ള പ്രിന്റ് ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രിന്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ എക്സൽ ഫോർമാറ്റിലേക്ക് ഈ ഒരു റിപ്പോർട്ട് എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. നെക്സ്റ്റ് എക്സിറ്റ് ഓപ്ഷൻ ആണ്. എക്സിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പ്രീവിയസ് പേജിലേക്കാണ് റീഡയറക്റ്റ് ചെയ്യുന്നത്. ഇത്രയും ഡീറ്റെയിൽസ് ആണ് എസ്റ്റിമേറ്റ് റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സെയിൽസ് ഹെഡിൻ്റെ അണ്ടറിൽ ഫോർത്ത് റിപ്പോർട്ടായി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് റെക്കറിംഗ് ഇൻവോയ്സസ് ആണ്. ഈ ഒരു റെക്കറിംഗ് ഇൻവോയ്സസ് റിപ്പോർട്ടിൽ ഓർഗനൈസേഷനിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ള റെക്കറിംഗ് സെയിൽസ് ഇൻവോയ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ഒരു റിപ്പോർട്ട് ടേബിളിൽ കാണാം ഓരോ റെക്കറിംഗ് ഇൻവോയ്സിൻ്റെയും റെക്കറിംഗ് നെയിം, ഏത് കസ്റ്റമറിൻ്റെ അണ്ടറിലാണ് റെക്കറിംഗ് ഇൻവോയ്സ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്, ആ ഡീറ്റെയിൽസ് എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. കസ്റ്റമർ നെയിം, റെക്കറിംഗ് ഇൻവോയ്സിൻ്റെ ഫ്രീക്വൻസി, ലാസ്റ്റ് ഇൻവോയ്സ് ഡേറ്റ്, നെക്സ്റ്റ് ഇൻവോയ്സ് ഡേറ്റ്, ഓരോ റെക്കറിംഗ് ഇൻവോയ്സിൻ്റെയും എക്സ്പയറി ഡേറ്റ്, കറണ്ട് സ്റ്റാറ്റസ് ആൻഡ് ടോട്ടൽ എമൗണ്ട്, അതിൻ്റെ സബ് ടോട്ടൽ എമൗണ്ട്. ഇത്രയും ഡീറ്റെയിൽസ് ആണ് റിപ്പോർട്ട് ടേബിളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓർഗനൈസേഷനിൽ ഏതൊക്കെ സെയിൽസ് ഇൻവോയ്സ് റെക്കറിംഗ് ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഓട്ടോമാറ്റിക്കലി നമുക്ക് ഈ ഒരു റിപ്പോർട്ടിൽ വിസിബിൾ ആവുകയും നമുക്കിവിടെ ഡാറ്റ കാണാനും സാധിക്കുന്നു. നെക്സ്റ്റ് ഈ ഒരു റിപ്പോർട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. കസ്റ്റമൈസ് റിപ്പോർട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റ് ബിറ്റ്വീൻ എന്ന ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് അതുപോലെ കസ്റ്റമർ ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ടും ഡാറ്റ ആക്സസ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നമുക്ക് സ്റ്റാർട്ടിംഗ് ഡേറ്റ് ആൻഡ് എൻഡ് ഡേറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു പർട്ടിക്കുലർ ഡേറ്റിനിടയിലുള്ള റെക്കറിംഗ് സെയിൽസ് ഇൻവോയ്സിൻ്റെ ഡാറ്റ മാത്രം ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഒരു പർട്ടിക്കുലർ കസ്റ്റമറുടെ ഡാറ്റ മാത്രം ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെലക്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് കസ്റ്റമർ സെലക്ട് ചെയ്തതിന് ശേഷം റൺ റിപ്പോർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പർട്ടിക്കുലർ കസ്റ്റമറുടെ സെയിൽസ് ഇൻവോയ്സ് ഡീറ്റെയിൽസ് മാത്രം നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് റൈറ്റ് സൈഡിൽ ഒരു പ്രിന്റ് ഓപ്ഷൻ അവൈലബിൾ ആണ്. പ്രിന്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റെക്കറിംഗ് സെയിൽസ് ഇൻവോയ്സിൻ്റെ റിപ്പോർട്ട് വ്യൂ ആണ് ഓപ്പൺ ആകുന്നത്. ഈ ഒരു റിപ്പോർട്ട് വ്യൂവിൽ സെയിൽസ് റെക്കറിംഗ് ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കംപ്ലീറ്റ്ലി വ്യൂ ചെയ്യാൻ സാധിക്കും. അതിനായി നമുക്കിവിടെ സൂം ഇൻ ആൻഡ് പേജ് സെറ്റപ്പിനെല്ലാം ഓപ്ഷൻസ് അവൈലബിൾ ആണ്. റൈറ്റ് സൈഡിലുള്ള പ്രിന്റ് ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു റിപ്പോർട്ട് പ്രിന്റ് ചെയ്യാൻ സാധിക്കുന്നു.
അതുപോലെ നെക്സ്റ്റ് വരുന്നത് എക്സ്പോർട്ട് ഓപ്ഷനാണ്. ഈ ഒരു സെയിൽസ് റിക്കറിംഗ് ഇൻവോയ്സിൻ്റെ ഡാറ്റ എല്ലാം എക്സൽ ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് എക്സിറ്റ് ഓപ്ഷനാണ്. എക്സിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പ്രീവിയസ് പേജിലേക്കാണ് റീഡയറക്റ്റ് ചെയ്യുന്നത്. റിക്കറിംഗ് ഇൻവോയ്സിന് ശേഷം സെയിൽസ് ഹെഡിൻ്റെ അണ്ടറിൽ നെക്സ്റ്റ് റിപ്പോർട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് സെയിൽസ് ബൈ കസ്റ്റമർ റിപ്പോർട്ടാണ്. സെയിൽസ് ബൈ കസ്റ്റമർ റിപ്പോർട്ടിൽ ഡീറ്റെയിൽസ് നോക്കാം. ഈ ഒരു റിപ്പോർട്ടിൽ നമ്മളുടെ ഓർഗനൈസേഷനിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്ന എല്ലാ സെയിൽസ് ഇൻവോയ്സസിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ ഏതൊക്കെ സെയിൽസ് ഇൻവോയ്സ് ഏതൊക്കെ കസ്റ്റമേഴ്സിൻ്റെ അണ്ടറിലാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു റിപ്പോർട്ട് ടേബിളിൽ നമുക്ക് റെഫറൻസ് നമ്പർ കാണാം. ഓരോ സെയിൽസ് ഇൻവോയ്സിൻ്റെയും റെഫറൻസ് നമ്പറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്ത ഡേറ്റ്. നെക്സ്റ്റ് കസ്റ്റമർ നെയിം, കസ്റ്റമർ റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് നെക്സ്റ്റ് വരുന്നത്, ലൈക്ക് കസ്റ്റമറുടെ ഫോൺ നമ്പർ, ഇമെയിൽ ഐ ഡി. നെക്സ്റ്റ് സെയിൽസ് ഇൻവോയ്സിൻ്റെ എമൗണ്ട് ആണ്, നെറ്റ് എമൗണ്ട് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇനി ആ ഒരു സെയിൽസ് ഇൻവോയ്സിൽ കസ്റ്റമേഴ്സ് ഓൾറെഡി പേ ചെയ്ത എമൗണ്ട് ആണ് നെക്സ്റ്റ് വരുന്നത്. ലാസ്റ്റ് കോളം വരുന്നത് ബാലൻസ് എമൗണ്ട് ആണ്. ബാലൻസ് കസ്റ്റമർ പേ ചെയ്യാനുള്ള എമൗണ്ട് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിൽ ഒരു കസ്റ്റമറുടെ അണ്ടറിൽ എത്ര സെയിൽസ് ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ ആ ക്രിയേറ്റ് ചെയ്ത അത്രയും സെയിൽസ് ഇൻവോയ്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ സെയിൽസ് ഇൻവോയ്സിൻ്റെ ബാലൻസ് എമൗണ്ട്, റിസീവബിൾസ് എമൗണ്ട്, പെയ്ഡ് എമൗണ്ട് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. നെക്സ്റ്റ് ഈ ഒരു റിപ്പോർട്ട് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. കസ്റ്റമൈസ് റിപ്പോർട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഡേറ്റ് ബിറ്റ്വീൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനും അതുപോലെ കസ്റ്റമർ ഓപ്ഷൻ, റെഫറൻസ് നമ്പർ അത്തരത്തിലുള്ള ഓപ്ഷൻസിലൂടെ നമുക്ക് ഡാറ്റ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നു. നമുക്കിവിടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് ആൻഡ് എൻഡ് ഡേറ്റ് സെലക്ട് ചെയ്ത് റൺ റിപ്പോർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഡേറ്റിനിടയിലുള്ള ഡാറ്റ മാത്രം ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റെഫറൻസ് നമ്പർ എൻ്റർ ചെയ്തുകൊണ്ട് റൺ റിപ്പോർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും അതുപോലെ നമുക്ക് കസ്റ്റമർ സെലക്ട് ചെയ്തുകൊണ്ട് ഒരു പർട്ടിക്കുലർ കസ്റ്റമറുടെ ഡാറ്റ മാത്രം ആക്സസ് ചെയ്യാനും സാധിക്കുന്നു. നെക്സ്റ്റ് വരുന്നത് പ്രിൻ്റ് ഓപ്ഷനാണ്. റൈറ്റ് സൈഡിലുള്ള പ്രിൻ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെയിൽസ് ബൈ കസ്റ്റമറുടെ റിപ്പോർട്ട് വ്യൂ ആണ് ഓപ്പൺ ആവുന്നത്. ഈ ഒരു റിപ്പോർട്ട് വ്യൂവിൽ സെയിൽസ് ബൈ കസ്റ്റമർ ഡാറ്റ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് വ്യൂ ചെയ്യാൻ സാധിക്കുന്നു. ഇങ്ങനെ നമുക്ക് ഡാറ്റ കംപ്ലീറ്റ് ആയിട്ട് വ്യൂ ചെയ്യുന്നതിന് വേണ്ടി പേജ് സെറ്റപ്പിനായിട്ടും പേജ് ഫോർമാറ്റിനും സൂം ഇൻ ചെയ്യാനെല്ലാം ഓപ്ഷൻസ് അവൈലബിൾ ആണ്. റൈറ്റ് സൈഡിലുള്ള പ്രിൻ്റ് ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ഡാറ്റ പ്രിൻ്റ് ചെയ്യാൻ സാധിക്കുന്നു. നെക്സ്റ്റ് വരുന്നത് എക്സ്പോർട്ട് ഓപ്ഷനാണ്. ഈ ഒരു റിപ്പോർട്ട് ഡീറ്റെയിൽസ് എല്ലാം എക്സൽ ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു എക്സ്പോർട്ട് ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അത് ചെയ്യാൻ സാധിക്കുന്നു. നെക്സ്റ്റ് എക്സിറ്റ് ഓപ്ഷനാണ് വരുന്നത്. എക്സിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പ്രീവിയസ് പേജിലേക്കാണ് റീഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് സെയിൽസ് ബൈ കസ്റ്റമർ എന്ന റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് വരുന്നത് സെയിൽസ് ബൈ ഐറ്റംസ് റിപ്പോർട്ടാണ്. സെയിൽസ് ബൈ ഐറ്റംസ് റിപ്പോർട്ടിൽ ഒരു ഓർഗനൈസേഷനിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സെയിൽസ് ഇൻവോയ്സിലെ ഐറ്റംസിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിവിടെ കാണാം റെഫറൻസ് നമ്പർ. ഒരു സെയിൽസ് ഇൻവോയ്സിൻ്റെ റെഫറൻസ് നമ്പറാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നെക്സ്റ്റ് വരുന്നത് സെയിൽസ് ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്ത ഡേറ്റ്. ഒരു ഇൻവോയ്സിൽ എത്ര ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ ആ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന അത്രയും ഐറ്റംസിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അത് ഡേറ്റ് വൈസ് ആൻഡ് ഇൻവോയ്സ് വൈസ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. നെക്സ്റ്റ് വരുന്നത് ഐറ്റംസിൻ്റെ ബാച്ച് നെയിമാണ്. അതുപോലെ ഐറ്റംസിൻ്റെ ക്വാണ്ടിറ്റി, MRP, അതിൻ്റെ സെയിൽസ് റേറ്റ്, ടാക്സ് എമൗണ്ട്, ഡിസ്കൗണ്ട്, സെസ്, ലാസ്റ്റ് ടോട്ടൽ എമൗണ്ട്, ഇത്രയും ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു. ഇങ്ങനെ നമുക്ക് ഒരു ഇൻവോയ്സിലുള്ള എല്ലാ ഐറ്റംസിൻ്റെയും അതിൻ്റെ MRP, ക്വാണ്ടിറ്റി, സെയിൽസ് റേറ്റ്, ടാക്സ് എമൗണ്ട് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടുള്ള റേറ്റ് എല്ലാം നമുക്ക് കമ്പയർ ചെയ്യാനും അത് ഓവർവ്യൂ എല്ലാം നമുക്ക് ഈ ഒരു റിപ്പോർട്ടിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. നെക്സ്റ്റ് ഓരോ കോളമിൻ്റെയും സബ് ടോട്ടൽ എമൗണ്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ ഒരു റിപ്പോർട്ട് ഡാറ്റ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. കസ്റ്റമൈസ് റിപ്പോർട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ടിംഗ് ഡേറ്റ് ആൻഡ് എൻഡ് ഡേറ്റ് സെലക്ട് ചെയ്തുകൊണ്ട് ഡേറ്റ് വൈസ് നമുക്ക് ഡാറ്റ ആക്സസ് ചെയ്യാൻ സാധിക്കും. ഡേറ്റ് സെലക്ട് ചെയ്തതിനു ശേഷം റൺ റിപ്പോർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ ഡേറ്റിനിടയിലുള്ള സെയിൽസ് ബൈ ഐറ്റംസ് റിപ്പോർട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ മാത്രം ഡീറ്റെയിൽസ് നമുക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെലക്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ട പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിനു ശേഷം റൺ റിപ്പോർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് മാത്രമേ നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വരുന്നത് റെഫറൻസ് നമ്പർ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷനാണ്. റെഫറൻസ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു പർട്ടിക്കുലർ സെയിൽസ് ഇൻവോയ്സിൻ്റെ മാത്രം ഡാറ്റ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നു. റൈറ്റ് സൈഡിൽ ഒരു പ്രിൻ്റ് ഓപ്ഷൻ അവൈലബിൾ ആണ്. പ്രിൻ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെയിൽസ് ബൈ ഐറ്റംസിൻ്റെ റിപ്പോർട്ട് വ്യൂ ആണ് ഓപ്പൺ ആകുന്നത്. ഈ ഒരു റിപ്പോർട്ട് വ്യൂവിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത സെയിൽസ് ബൈ ഐറ്റംസിൻ്റെ ഡാറ്റ എല്ലാം വ്യൂ ചെയ്യാൻ സാധിക്കുന്നു. എത്ര ഐറ്റംസ് ഉണ്ടെങ്കിലും അതെല്ലാം ഒരുമിച്ച് നമുക്ക് വ്യൂ ചെയ്യാനും ആക്സസ് ചെയ്യാനും ഇവിടെ പേജ് സെറ്റപ്പ് ആൻഡ് സൂം ഇൻ ഓപ്ഷൻ എല്ലാം അവൈലബിൾ ആണ്.
റൈറ്റ് സൈഡിലുള്ള പ്രിന്റ് ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു റിപ്പോർട്ട് പ്രിന്റ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വരുന്നത് എക്സ്പോർട്ട് ഓപ്ഷൻ ആണ്. നമുക്ക് ഈ ഒരു സെയിൽസ് ബൈ ഐറ്റംസ് ഡാറ്റ എല്ലാം എക്സൽ ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും. എക്സിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പ്രീവിയസ് പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യുന്നു. ഇത്രയും ഡീറ്റെയിൽസ് ആണ് സെയിൽസ് ബൈ ഐറ്റംസ് റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സെയിൽസ് ബൈ ഐറ്റംസ് റിപ്പോർട്ടിന് ശേഷം സെയിൽസ് ഹെഡിൻ്റെ അണ്ടറിൽ നെക്സ്റ്റ് വരുന്നത് സെയിൽസ് ബൈ ഐറ്റം സമ്മറി റിപ്പോർട്ടാണ്. സെയിൽസ് ബൈ സമ്മറി റിപ്പോർട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡാറ്റ ഓപ്പൺ ആവുന്നു. ഈ ഒരു റിപ്പോർട്ടിൽ നമ്മളുടെ ഓർഗനൈസേഷനിൽ സെയിൽ ചെയ്തിരിക്കുന്ന എല്ലാ ഐറ്റംസിൻ്റെയും സമ്മറി ഡാറ്റയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓർഗനൈസേഷനിൽ എത്ര ഐറ്റംസ് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടോ അത്ര ഐറ്റംസിൻ്റെ ടോട്ടൽ ക്വാണ്ടിറ്റി, എമൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം നമുക്കിവിടെ അവൈലബിൾ ആയിരിക്കും. നമുക്ക് ഈ ഒരു റിപ്പോർട്ട് ടേബിളിൽ ഫസ്റ്റ് കോളം കാണാം ഐറ്റം നെയിം, യൂണിറ്റ് ഓഫ് മെഷർ, ക്വാണ്ടിറ്റി സോൾഡ്, എമൗണ്ട് ആൻഡ് സബ് ടോട്ടൽ എമൗണ്ട്. ഇങ്ങനെ നമുക്ക് ഒരു ഓർഗനൈസേഷനിൽ സെയിൽ ചെയ്തിരിക്കുന്ന എല്ലാ ഐറ്റംസിൻ്റെയും അതിൻ്റെ ക്വാണ്ടിറ്റി ആൻഡ് ടോട്ടൽ എമൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം ആക്സസ് ചെയ്യാനായിട്ട് ഈ ഒരു റിപ്പോർട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നു. നെക്സ്റ്റ് വരുന്നത് കസ്റ്റമൈസ് റിപ്പോർട്ട് ഓപ്ഷനാണ്. ഈ ഒരു റിപ്പോർട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള മെനുകളിൽ ഒന്നാണ് കസ്റ്റമൈസ് റിപ്പോർട്ട്. ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത് നമുക്ക് ഈ ഒരു ഡാറ്റ റിപ്പോർട്ടെല്ലാം ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിവിടെ ഡേറ്റ് ബിറ്റ്വീൻ എന്നൊരു ഓപ്ഷൻ അവൈലബിൾ ആണ്. നമുക്ക് സ്റ്റാർട്ടിംഗ് ഡേറ്റ് ആൻഡ് എൻഡ് ഡേറ്റ് സെലക്ട് ചെയ്തുകൊണ്ട് റൺ റിപ്പോർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഡേറ്റിനിടയിലുള്ള സെയിൽസ് ബൈ ഐറ്റം സമ്മറി ഡീറ്റെയിൽസ് നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് പ്രോഡക്റ്റ് സെലക്ട് ചെയ്തുകൊണ്ട് ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ കസ്റ്റമറുടെ ഡീറ്റെയിൽസും നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് മെനു വരുന്നത് പ്രിന്റ് ഓപ്ഷനാണ്. പ്രിന്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സെയിൽസ് ബൈ ഐറ്റം സമ്മറിയുടെ റിപ്പോർട്ട് വ്യൂ ആണ് ഓപ്പൺ ആവുന്നത്. ഈ ഒരു റിപ്പോർട്ട് വ്യൂവിൽ സെയിൽസ് ബൈ ഐറ്റം സമ്മറി ഡാറ്റ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് വ്യൂ ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ നമുക്കൊരു കംപ്ലീറ്റ് വ്യൂ ആക്സസ് ചെയ്യാനായിട്ട് നമുക്കിവിടെ സൂം ഇൻ ആൻഡ് പേജ് സെറ്റപ്പിനെല്ലാം ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നെക്സ്റ്റ് റൈറ്റ് സൈഡിലുള്ള പ്രിന്റ് ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു റിപ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പ്രിന്റ് ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ ഈ ഒരു റിപ്പോർട്ട് നമുക്ക് എക്സൽ ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള എക്സ്പോർട്ട് ഓപ്ഷനും ഇവിടെ അവൈലബിൾ ആണ്. നെക്സ്റ്റ് വരുന്നത് എക്സിറ്റ് ഓപ്ഷനാണ്. എക്സിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു റിപ്പോർട്ട് വ്യൂവിൽ നിന്നും എക്സിറ്റായി പ്രീവിയസ് പേജിലേക്കാണ് റീഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് സെയിൽസ് ബൈ ഐറ്റം സമ്മറിയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സെയിൽസ് ബൈ ഐറ്റം സമ്മറി റിപ്പോർട്ടിന് ശേഷം നെക്സ്റ്റ് റിപ്പോർട്ട് വരുന്നത് സെയിൽസ് ബൈ സെയിൽസ് പേഴ്സൺ ആണ്. സെയിൽസ് ബൈ സെയിൽസ് പേഴ്സൺ എന്ന ഈ ഒരു റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഓർഗനൈസേഷനിലുള്ള സെയിൽസ് പേഴ്സൻ്റെ അണ്ടറിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്ന സെയിൽസിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഈ ഒരു റിപ്പോർട്ട് ടേബിളിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സെയിൽസ് പേഴ്സൻ്റെ ലിസ്റ്റ് ഓഫ് നെയിംസ് നമുക്ക് കാണാൻ സാധിക്കും. നെക്സ്റ്റ് വരുന്നത് കൗണ്ട് ആണ്. ഓരോ സെയിൽസ് പേഴ്സണും എത്ര കൗണ്ട് സെയിൽ ചെയ്തു എന്നുള്ളത് നമുക്ക് ഈ ഒരു കൗണ്ട് എന്ന കോളത്തിൽ കാണാൻ സാധിക്കും. നെക്സ്റ്റ് വരുന്നത് ടോട്ടൽ സെയിലിൻ്റെ എമൗണ്ട് ആണ്. അതുപോലെ തന്നെ സെയിൽ ചെയ്തതിന് ശേഷം ആ ചെയ്ത സെയിൽസിന് ക്രെഡിറ്റ് നോട്ട്സ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ക്രെഡിറ്റ് നോട്ട്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് നെക്സ്റ്റ് കോളത്തിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് കോളം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഓരോ സെയിൽസ് പേഴ്സണും ചെയ്ത സെയിലിൻ്റെ ടോട്ടൽ എമൗണ്ട് ആണ്. അതിൻ്റെ എല്ലാം സബ് ടോട്ടൽ എമൗണ്ട് നമുക്കിവിടെ താഴെ അവൈലബിൾ ആയിരിക്കും. ഈ ഒരു റിപ്പോർട്ടിൽ നിന്നും നമ്മളുടെ സെയിൽസ് പേഴ്സൺ ചെയ്ത ഓരോ സെയിൽസിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഈ ഒരു റിപ്പോർട്ടിലൂടെ ഓരോ സെയിൽസ് പേഴ്സൻ്റെ പെർഫോമൻസും നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. നെക്സ്റ്റ് ഈ ഒരു റിപ്പോർട്ടിൽ കസ്റ്റമൈസ് റിപ്പോർട്ട് ഓപ്ഷൻ അവൈലബിൾ ആണ്. കസ്റ്റമൈസ് റിപ്പോർട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സ്റ്റാർട്ടിംഗ് ഡേറ്റ് ആൻഡ് എൻഡ് ഡേറ്റ് സെലക്ട് ചെയ്തുകൊണ്ട് റൺ റിപ്പോർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഡേറ്റിനിടയിലുള്ള ഡാറ്റ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഒരു പർട്ടിക്കുലർ സെയിൽസ് പേഴ്സൻ്റെ ഡീറ്റെയിൽസ് മാത്രം ആക്സസ് ചെയ്യാനായിട്ട് നമുക്കിവിടെ ഓപ്ഷൻ അവൈലബിൾ ആണ്. നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് റൺ റിപ്പോർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സിംഗിൾ സെയിൽസ് പേഴ്സൻ്റെ ഡീറ്റെയിൽസ് മാത്രമായി ആക്സസ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വരുന്നത് പ്രിന്റ് ഓപ്ഷനാണ്. പ്രിന്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെയിൽസ് ബൈ സെയിൽസ് പേഴ്സൺ റിപ്പോർട്ടിൻ്റെ വ്യൂ ആണ് ഓപ്പൺ ആവുന്നത്. ഈ ഒരു റിപ്പോർട്ട് വ്യൂവിൽ നമുക്ക് സെയിൽസ് ബൈ സെയിൽസ് പേഴ്സണിൻ്റെ എല്ലാ കംപ്ലീറ്റ് ഡാറ്റയായിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ കംപ്ലീറ്റ് ഡാറ്റ വ്യൂ ചെയ്യുന്നതിന് വേണ്ടി നമുക്കിവിടെ പേജ് സെറ്റപ്പിനും അതുപോലെ ലെഫ്റ്റ് സൈഡിൽ സൂം ഇൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം അവൈലബിൾ ആണ്. നെക്സ്റ്റ് റൈറ്റ് സൈഡിലുള്ള പ്രിന്റ് ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു റിപ്പോർട്ട് പ്രിന്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു റിപ്പോർട്ടിൻ്റെ ഡാറ്റ എല്ലാം എക്സലിലേക്ക് എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്പോർട്ട് ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. നെക്സ്റ്റ് വരുന്നത് എക്സിറ്റ് ഓപ്ഷൻ ആണ്. എക്സിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും റീഡയറക്റ്റ് ചെയ്യുന്നു. സെയിൽസ് ബൈ സെയിൽസ് പേഴ്സൺ റിപ്പോർട്ടിന് ശേഷം നെക്സ്റ്റ് വരുന്നത് സെയിൽസ് ലിസ്റ്റ് ടാക്സ് റിപ്പോർട്ടാണ്. സെയിൽസ് ലിസ്റ്റ് ടാക്സ് റിപ്പോർട്ടിൽ നമ്മളുടെ ഓർഗനൈസേഷനിൽ സെയിൽ ചെയ്തിരിക്കുന്ന എല്ലാ ഐറ്റംസിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള ടാക്സ് ഇൻഫർമേഷനാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്.
നമുക്ക് ഈ ഒരു റിപ്പോർട്ട് ടേബിളിൽ അതിൻ്റെ കംപ്ലീറ്റ് ഡാറ്റ നമുക്ക് കാണാൻ സാധിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇൻവോയ്സ് ഡേറ്റ് കാണാം. ഇവിടെ ഇൻവോയ്സ് ഡേറ്റ് ആൻഡ് റെഫറൻസ് നമ്പർ ഓരോ സെയിൽസ് ഇൻവോയ്സിൻ്റെയും സെപ്പറേറ്റ് ആയിട്ട് തന്നെ റെക്കോർഡ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ കസ്റ്റമർ നെയിം, GST രജിസ്ട്രേഷൻ നമ്പർ, ഐറ്റം നെയിം ഒക്കെയാണ് നെക്സ്റ്റ് കോളംസ്. ഇവിടെ ഒരു കസ്റ്റമറിന് എത്ര ഇൻവോയ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ ആ കസ്റ്റമറുടെ അണ്ടറിലുള്ള എല്ലാ ഇൻവോയ്സും സെപ്പറേറ്റഡ് ആയിട്ട് തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും. നെക്സ്റ്റ് വരുന്നത് ഐറ്റം നെയിം ആണ്. ഒരു ഇൻവോയ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന എല്ലാ ഐറ്റംസിൻ്റെ ഡീറ്റെയിൽസും നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിനുശേഷം വരുന്നത് ഓരോ ഐറ്റംസിൻ്റെയും ബാച്ച് കോഡ്, HSN, SIC കോഡ്, ഓരോ ഐറ്റംസിൻ്റെയും ക്വാണ്ടിറ്റി, യൂണിറ്റ്, അതിൻ്റെ പർച്ചേസ് പ്രൈസ്, സെയിൽസ് പ്രൈസ്, ടാക്സബിൾ എമൗണ്ട് ഒക്കെയാണ് നെക്സ്റ്റ് വരുന്നത്. നെക്സ്റ്റ് CGST, SGST, IGST ഇങ്ങനെ ഓരോ GST സെക്ഷൻസിലേക്കും എമൗണ്ട് പോയിരിക്കുന്നത് എത്രയാണെന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു കോളംസിൽ നിന്നും അറിയാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് KFC, സെസ് അങ്ങനെ എല്ലാ എമൗണ്ട് ഡീറ്റെയിൽസും അതിൻ്റെ സ്പ്ലിറ്റപ്പ് എല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. ലാസ്റ്റ് കോളം റെപ്രസെൻറ്റ് ചെയ്യുന്നത് ടോട്ടൽ എമൗണ്ട് ആണ്. ടോട്ടൽ ഇൻവോയ്സ് എമൗണ്ട് ആൻഡ് സബ് ടോട്ടൽ എമൗണ്ട് നമുക്ക് താഴെ കാണാൻ സാധിക്കും. ഇതുപോലെ നമുക്ക് ഓരോ ഇൻവോയ്സിൻ്റെയും അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ലിസ്റ്റ് ഓഫ് ഐറ്റംസിൻ്റെ സ്പ്ലിറ്റപ്പ്, ടാക്സ് റിപ്പോർട്ട് അത്തരത്തിലുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമുക്ക് ഈ ഒരു റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ ഒരു റിപ്പോർട്ട് ഫിൽട്ടർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. കസ്റ്റമൈസ് റിപ്പോർട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസിലൂടെ നമുക്ക് ഈ ഒരു റിപ്പോർട്ട് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സ്റ്റാർട്ടിംഗ് ഡേറ്റ്, എൻഡ് ഡേറ്റ് സെലക്ട് ചെയ്തുകൊണ്ട് ഡേറ്റ് ബിറ്റ്വീൻ ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ടും നമുക്ക് ഡാറ്റ ആക്സസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ GST ട്രീറ്റ്മെൻറ്റ് സെലക്ട് ചെയ്തുകൊണ്ടും ടൈപ്പ് ഓഫ് ഇൻവോയ്സ്, ഇൻഡയറക്റ്റ് ടാക്സ്, GST റേറ്റ്സ് അങ്ങനെ അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് റിപ്പോർട്ട് ഫിൽട്ടർ ചെയ്യാൻ ഓർ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നു. നെക്സ്റ്റ് വരുന്നത് പ്രിൻ്റ് ഓപ്ഷനാണ്. റൈറ്റ് സൈഡിലുള്ള ഈ ഒരു പ്രിൻ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെയിൽസ് ലിസ്റ്റ് ടാക്സ് റിപ്പോർട്ടിൻ്റെ റിപ്പോർട്ട് വ്യൂ ഓപ്പൺ ആവുന്നു. ഈ ഒരു റിപ്പോർട്ട് വ്യൂവിൽ സെയിൽസ് ലിസ്റ്റ് ടാക്സ് റിപ്പോർട്ടിൻ്റെ കംപ്ലീറ്റ് ഡാറ്റ ആയിട്ട് നമുക്ക് വ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ലെഫ്റ്റ് സൈഡിലുള്ള പേജ് സെറ്റപ്പ് ആൻഡ് സൂം ഇൻ ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്കിങ്ങനെ കംപ്ലീറ്റ് ഡാറ്റ ആയിട്ട് വ്യൂ ചെയ്യാൻ സാധിക്കുന്നു. റൈറ്റ് സൈഡിലുള്ള പ്രിൻ്റ് ഓപ്ഷൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഈ ഒരു സെയിൽസ് ടാക്സ് റിപ്പോർട്ട് പ്രിൻ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ ഒരു ഡാറ്റ എല്ലാം നമുക്ക് എക്സൽ ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്പോർട്ട് ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വരുന്നത് എക്സിറ്റ് ഓപ്ഷനാണ്. എക്സിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പ്രീവിയസ് പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് സെയിൽസ് ലിസ്റ്റ് ടാക്സ് റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സെയിൽസ് ലിസ്റ്റ് ടാക്സ് റിപ്പോർട്ടിന് ശേഷം സെയിൽസ് ഹെഡിൻ്റെ അണ്ടറിൽ നെക്സ്റ്റ് റിപ്പോർട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് സെയിൽസ് ഓർഡർ ആണ്. സെയിൽസ് ഓർഡർ റിപ്പോർട്ടാണ് സെയിൽസ് ഹെഡിൻ്റെ അണ്ടറിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ലാസ്റ്റ് റിപ്പോർട്ട്. ഈ ഒരു റിപ്പോർട്ടിൽ നമ്മളുടെ ഓർഗനൈസേഷനിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്ന എല്ലാ സെയിൽസ് ഓർഡറിൻ്റെയും ഡീറ്റെയിൽസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ഒരു റിപ്പോർട്ട് ടേബിളിൽ കാണാം പാർട്ടി നെയിം. നമ്മൾ ഏതൊക്കെ കസ്റ്റമേഴ്സിൻ്റെ അണ്ടറിൽ സെയിൽസ് ഓർഡർ റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ ആ ഡീറ്റെയിൽസ് ആണ് ഈ ഒരു പാർട്ടി നെയിമിൽ കസ്റ്റമർ ലിസ്റ്റായി ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് സെയിൽസ് ഓർഡർ നമ്പർ ആണ്. അതുപോലെ സെയിൽസ് ഓർഡർ ക്രിയേറ്റ് ചെയ്ത ഡേറ്റ്, ഓരോ സെയിൽസ് ഓർഡറിൻ്റെയും കറണ്ട് സ്റ്റാറ്റസ്, അതിൻ്റെ ഡ്യൂ ഡേറ്റ് ആൻഡ് ടോട്ടൽ എമൗണ്ട്, സബ് ടോട്ടൽ എമൗണ്ട് ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഈ ഒരു റിപ്പോർട്ട് ടേബിളിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു റിപ്പോർട്ടിൽ നിന്നും നമുക്ക് സെയിൽസ് ഓർഡറിൻ്റെ സ്റ്റാറ്റസ് അതുപോലെ തന്നെ ഓരോ സെയിൽസ് ഓർഡറിൻ്റെയും ടോട്ടൽ എമൗണ്ട് അത്തരത്തിലുള്ള ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നു. കസ്റ്റമൈസ് റിപ്പോർട്ട് ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു റിപ്പോർട്ട് ഡാറ്റ എല്ലാം ഫിൽട്ടർ ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. നമുക്ക് സ്റ്റാർട്ടിംഗ് ഡേറ്റ് ആൻഡ് എൻഡ് ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുത്താൽ ഒരു പർട്ടിക്കുലർ ഡേറ്റിന് ഇടയിലുള്ള സെയിൽസ് ഓർഡർ ഡീറ്റെയിൽസ് എല്ലാം ആക്സസ് ചെയ്യാൻ സാധിക്കുന്നു. നെക്സ്റ്റ് വരുന്നത് പ്രിൻ്റ് ഓപ്ഷനാണ്. റൈറ്റ് സൈഡിലുള്ള പ്രിൻ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെയിൽസ് ഓർഡർ റിപ്പോർട്ട് വ്യൂ ആണ് ഓപ്പൺ ആവുന്നത്. ഈ ഒരു റിപ്പോർട്ട് വ്യൂവിൽ നമുക്ക് ഡാറ്റ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് വ്യൂ ചെയ്യാൻ സാധിക്കുന്നു. ഇങ്ങനെ കംപ്ലീറ്റ് ഡാറ്റ വ്യൂ ചെയ്യാനായിട്ട് നമുക്കിവിടെ സൂം ഇൻ ആൻഡ് പേജ് സെറ്റപ്പ് ഓപ്ഷൻസ് എല്ലാം അവൈലബിൾ ആണ്. റൈറ്റ് സൈഡിലുള്ള പ്രിൻ്റ് ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു സെയിൽസ് ഓർഡർ ഡാറ്റ പ്രിൻ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ എക്സ്പോർട്ട് ഓപ്ഷൻ അവൈലബിൾ ആണ്. ഈ ഒരു സെയിൽസ് ഓർഡറിൻ്റെ ഡാറ്റ എല്ലാം നമുക്ക് എക്സൽ ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ ഇതുവഴി സാധിക്കുന്നു. നെക്സ്റ്റ് വരുന്നത് എക്സിറ്റ് ഓപ്ഷനാണ്. എക്സിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പ്രീവിയസ് പേജിലേക്കാണ് റീഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ സെയിൽസ് ഹെഡിൻ്റെ അണ്ടറിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഇത്രയും റിപ്പോർട്ട്സ് ആണ് നമ്മളിപ്പോൾ കണ്ടത്. ഇത്രയും ഡീറ്റെയിൽസ് ആണ് സെയിൽസ് ഹെഡിൻ്റെ അണ്ടറിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. താങ്ക് യു.